നമസ്കാരം. ടാലി പ്രൈം 6.0യിൽ നിന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക് വൗച്ചർ ക്രിയേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതിനായി ഇമ്പോർട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ബാങ്ക് ലെഡ്ജർ സെലക്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്യേണ്ട ഫയൽ സെലക്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്യേണ്ട ട്രാൻസാക്ഷൻസിൻ്റെ പ്രിവ്യൂ ചെക്ക് ചെയ്ത് ഇമ്പോർട്ട് കൊടുക്കുക. പുതിയതായി എത്ര എൻട്രീസ് ഇമ്പോർട്ട് ആയെന്ന് അറിയാൻ സാധിക്കും. ബാങ്ക് റിക്കൺസിലിയേഷൻ സമ്മറി ഓപ്പൺ ആക്കുക. ഈ റിപ്പോർട്ടിൽ റിക്കൺസിൽ ചെയ്യാനുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ടാലി പ്രൈം 6.0യിൽ നിന്ന് നമുക്ക് 3 ടൈപ്പിലാണ് വൗച്ചേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കുക. സിംഗിൾ വൗച്ചേഴ്സ്, സെപ്പറേറ്റ് സിംഗിൾ എൻട്രീസായി പോസ്റ്റ് ചെയ്യാവുന്നത്. മൾട്ടിപ്പിൾ വൗച്ചേഴ്സ്, ഒരേ ലെഡ്ജറിൻ്റെ കീഴിൽ മൾട്ടിപ്പിൾ എൻട്രീസായി പോസ്റ്റ് ചെയ്യാവുന്നത്. കൺസോളിഡേറ്റഡ് വൗച്ചേഴ്സ്, ഒരേ ലെഡ്ജറിൻ്റെ കീഴിൽ വരുന്ന മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ഒറ്റ സിംഗിൾ എൻട്രിയായി പോസ്റ്റ് ചെയ്യാവുന്നത്. നമുക്ക് അപ്ലൈ ഫിൽറ്റർ ഫീച്ചർ ഉപയോഗിച്ച് പ്രത്യേക ഇനം ട്രാൻസാക്ഷൻസ് ഒരുമിച്ച് ഫിൽറ്റർ ചെയ്ത് റീകൺസിൽ ചെയ്യാം. അങ്ങനെ UPI ട്രാൻസാക്ഷൻസ് മാത്രം ഫിൽറ്റർ ചെയ്ത് മൾട്ടിപ്പിൾ വൗച്ചറായി ഇടുന്നത് എങ്ങനെയെന്ന് നോക്കാം. Alt F ഓർ റൈറ്റ് മെനുവിൽ നിന്ന് അപ്ലൈ ഫിൽറ്റർ കൊടുത്ത് UPI ട്രാൻസാക്ഷൻസ് സെർച്ച് ചെയ്തെടുക്കുക. എല്ലാ UPI ട്രാൻസാക്ഷൻസും ഫിൽറ്ററായി ഇവിടെ കാണാം. ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം F7 ഓർ ക്രിയേറ്റ് വൗച്ചർ മൾട്ടി വൗച്ചർ ക്ലിക്ക് ചെയ്യുക. ക്യാഷ് സെയിൽസിൻ്റെ അണ്ടറിലാണ് UPI ട്രാൻസാക്ഷൻസ് വരേണ്ടത്. സോ ആ ലെഡ്ജർ സെലക്ട് ചെയ്യുക. എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് കൊടുക്കുക. ഈ എൻട്രീസ് എല്ലാം ആദ്യം ഓപ്ഷണൽ വൗച്ചർ ആയാണ് സേവ് ആവുക. ഇത് മാർക്കാസ് റെഗുലർ ആൻഡ് റിക്കൺസിൽ കൊടുത്ത് റിക്കൺസിൽ ചെയ്യാം. ഈ കൺഫർമേഷൻ യെസ് കൊടുത്താൽ എല്ലാ UPI ട്രാൻസാക്ഷൻസും ബൾക്കായി മൾട്ടിപ്പിൾ വൗച്ചേഴ്സായി റിക്കൺസിൽ ചെയ്തിട്ടുണ്ടാവും. എസ്കേപ്പ് കൊടുത്ത് ക്വിറ്റ് ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെയാണ് സിംഗിൾ വൗച്ചേഴ്സ് എൻട്രി ഇടാനും ചെയ്യേണ്ടത്. ബൾക്കായി സെലക്ട് ചെയ്യുന്നതിന് പകരം സെപ്പറേറ്റ് ആയിട്ട് 1 by 1 സെലക്ട് ചെയ്ത് ക്രിയേറ്റ് വൗച്ചർ ഓപ്ഷൻ കൊടുത്ത് ലെഡ്ജർ സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് മാർക്കാസ് റെഗുലർ ആൻഡ് റിക്കൺസിൽ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു മാസത്തെ ബാങ്ക് ചാർജസ് ഒരുമിച്ച് കൺസോളിഡേറ്റർ എൻട്രി ആയിട്ട് ചെയ്യുന്നത് നോക്കാം. അപ്ലൈ ഫിൽറ്റർ കൊടുത്ത് ബാങ്ക് ചാർജസ് ട്രാൻസാക്ഷൻ ഫിൽറ്റർ ചെയ്തെടുക്കുക. എല്ലാ ട്രാൻസാക്ഷൻസും സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് വൗച്ചർ ഓർ മൾട്ടി വൗച്ചർ ഐക്കണിൻ്റെ സൈഡിലെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് വൗച്ചർ കൺസോളിഡേറ്റ് സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് വൗച്ചറിൽ ബാങ്ക് ചാർജസ് ലെഡ്ജർ സെലക്ട് ചെയ്യുക. എൻ്റർ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്താൽ ഒരു മാസത്തെ എല്ലാ ബാങ്ക് ചാർജും ഒരുമിച്ച് ഒറ്റ എൻട്രി ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇൻഡിവിജ്വൽ പാർട്ടീസിനും നമുക്ക് മൾട്ടിപ്പിൾ വൗച്ചേഴ്സായിട്ടും കൺസോളിഡേറ്റഡ് വൗച്ചേഴ്സായിട്ടും എൻട്രീസ് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ടാലി പ്രൈം 6.0യുടെ ഓട്ടോമാറ്റിക് വൗച്ചർ ക്രിയേഷൻ ഫീച്ചർ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.